സോ ഫൈനലി നമ്മള് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. സ്പോട്ട് ഇതാണ് മലബാർ ഇതാ ഷോപ്പാ. എല്ലാം ഓക്കെയാണ്, പക്ഷെ ഗ്ലാസ് വെക്കുന്നുണ്ട് വൃത്തിയില്ല. പിന്നെ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അല്ല ഷാപ്പിലെ ഷാപ്പിൽ എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ അടുത്തത് കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇതില് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു സർവീസിന്റെ കാര്യമാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 to 10 minutes ആയി. പിന്നെ കസ്റ്റമർ സർവീസ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഗീ റോസ്റ്റ് വന്നിട്ട് അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് അതിന്റെ അളവ് പറയാല്ലേ? പിന്നെ ലിബിൻ നോക്കട്ടെ എന്തുണ്ടായി? ഓ എടാ ഇവിടെ പാടുണ്ടല്ലോ, മുറിയല്ലോ, ചോര വരെ വന്നു. ഇതിപ്പോ കിട്ടിയതാ? കുറച്ചെത്തുണ്ട്. എന്ത് ചെയ്ത്? വെള്ളത്തിനൊക്കെ പവർ ഉണ്ട്. ഇന്നലെ മനസ്സിലായി. ബാത്റൂമിലാണ് വീണ്? അല്ല, കിച്ചണില്. ഇന്നലെ വീണാണാ? വെറുതെ മറ്റേ വാഷിംഗ് മെഷീനോട് വെള്ളം കിടക്കണത് അത് നിന്നെ ഇടുന്ന. എന്നിട്ട് സ്ലാബിനെ വിളിക്കാനോ വേണത്? മൂക്കുത്തിട്ട് എന്തോ ആയിരുന്നു. മറ്റേ ആ സ്ലാബിന് ഇതില്ലേ, സ്ലാബ് അതിമൊരു ഗ്ലാസിന്റെ, ആ ഗ്ലാസിന്റെ വക്കിലടിച്ചു. ഇല്ലടാ, ഗ്ലാസ് ഒന്നും ഇവിടെ അടിച്ചിട്ടേ നല്ല സുഖണ്ട്. ഇങ്ങനെ ഇരുട്ട് കയറാ. ആകെ മഞ്ഞ വെളിച്ചം, മഞ്ഞങ്ങളൊക്കെ മൂക്കിലേക്ക് അടിക്കുന്നു. അല്ല പ്ലെയിൻ ദോശ. അതെന്ത് ചട്നി? ഞാൻ രണ്ടാമത് ചോദിച്ചാൽ വാങ്ങിയതാണ്. ഞാനേ അവിടെ പോയി ചോദിച്ചാൽ മതിയെന്നാ പറയുന്നത്. ചട്നി കിട്ടിയില്ല. ശരിക്കും കിട്ടുമോ ആ ചട്നി? भैया ये डोसा है ग्रीन, ये ग्रीन जीरोस है ना? ये जीरोस है. So I got this. എനിക്കും കിട്ടി. ജീറോസ് ജീറോസ് ആണെന്ന് ഉറപ്പാണ്. ജീറോസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്, പാലക്കാട് ബോർഡറിലാണ്. How is it? Yeah, it's good. Good? Yeah. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ വലത്തേക്ക് കഴിക്കാൻ മറന്നു. ഇവിടത്തെ പോലെ ശരിയാ. എല്ലാവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ അല്ലേ? ഫുഡ് ദോശ ഒരു അടിപൊളി ഡിഷാണല്ലേ? എന്തുകൊണ്ടും പറയും. സാമ്പാറിന്റെ എവല്യൂഷൻ പറ. സാമ്പാറിന്റെ അല്ല, ദോശയുടെ എവല്യൂഷൻ. ആ ദോശ പറ. ദോശ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നാണ് ദോശ കൾച്ചർ ഉണ്ടാവുന്നത്. ആദ്യം മനുഷ്യന്മാര് നദികളിൽ എടുത്ത് നടന്നു. അത് കഴിഞ്ഞിട്ട് മനുഷ്യന്മാര് ബാർലി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് സ്ഥലത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അരി, ഉഴുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഇവിടുന്ന് തന്നെ കേരള, പാലക്കാട് ബോർഡറുകളിൽ പശ്ചിമഘട്ട മലനിരകളുടെ വിടവുകളിലെ ഇത്തരം സ്ഥലങ്ങളിൽ ധാന്യങ്ങൾ ഉൽപ്പാദനം കൂടിയതും ദോശ, സാമ്പാർ, മറ്റു പച്ചക്കറികൾ എന്നിവ ലഭ്യത കൂടി. ഇങ്ങനെയാണ് ദോശയുടെ എവല്യൂഷൻ. ദോശ വന്ന് പിന്നെ ഈ ഭക്ഷണ ധാരാളത്വം വന്നു. ഇന്ത്യക്കാര് ഭക്ഷണ തരത്തിൽ ഭയങ്കര റിച്ചായി പല ടൈപ്പ് വിഭവങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ ഇതാണ് ദോശ ചരിതം.
വില്യൻ ലോഗന്റെ ദ ഗ്രേറ്റ് മലബാർ മൈനസ് പറഞ്ഞ ബുക്കിലുണ്ട്. ഇല്ലട്ടോ വെറുതെ പറഞ്ഞ അത് കട്ടില്ലോ. അത് പോകുമ്പോല്ലേ ഏയ് ഇത് റെയില് പോയിട്ട് പോകും. സാമ്പാറിന്റെ വളരെ സിമ്പിളാണ്. കാരണം നമുക്കുള്ള പച്ചക്കറികളുണ്ട്, വെണ്ടക്ക, അതുപോലെ ഈ ഉരുളക്കിഴങ്ങ്, ഇതുപോലെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള കുറച്ച് പച്ചക്കറികളും ഉരുളക്കിഴങ്ങൊന്നും ഇന്ത്യൻ ഒറിജിനൽ അല്ല, പക്ഷെ പോർച്ചുഗീസുകളുടെ വരവോടുകൂടി ക്യാരറ്റ്, ടൊമാറ്റോ ഇതുപോലത്തെ കുറച്ച് പച്ചക്കറികൾ നമുക്ക് ഇൻവേഡ് ചെയ്തു. ഇതോടുകൂടിയാണ് വെജിറ്റബിൾസിൽ കുറെ വൈവിധ്യങ്ങൾ ഉണ്ടായത്. ഈ വൈവിധ്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയൊരു കറിയാണെന്ത് സാമ്പാർ. ഇതാണ് സാമ്പാർ ചരിതം. ഇപ്പോ പോർച്ചുഗീസ് വേർഡായിട്ടുള്ള സാമ്പ എന്ന വാക്കിൽ നിന്നാണ് സാമ്പാർ എന്ന വാക്കുണ്ടായത്. So this is mushroom. മാജിക് മഷ്റൂം. നാട്ടാരും വീട്ടുകാരും വിളമ്പി കൊടുത്തിരുന്ന കാലം. സോ സമയം 2 മണി. നമ്മൾ ഇറങ്ങണം ഇപ്പോൾ. Let's go. Yeah, Calicut. Yes. ഇത് ഈ ബാക്കിൽ കൂടെ പോയതല്ലേ? അലങ്കാരം. പറയുന്ന പല കള്ളത്തരങ്ങളും അലങ്കാരമായി തീരും. നീ ഞാൻ തമ്മിൽ വ്യത്യാസം. നീ നോട്ടില്ല. ആ ഡയലോഗ് ഒന്നും എടുക്കാൻ പറഞ്ഞു. നീ ഞാൻ തമ്മിൽ വ്യത്യാസം. നീ നോട്ടി, ഞാൻ നേട്. ഷാബിലിന് കേട്ടോ, ഷാബിലിന്റെ ഡയലോഗാണ്. ഓർമ്മിക്കുന്നുണ്ടല്ലോ പോയതിനു ശേഷം. വേഗം വേഗം കയറി കൊതിയിൽ ഉള്ളിക്ക് കയറും. നമ്മൾ കൊതുകിന്റെ കടികളാണ്. ഹോണിന്റെ അച്ഛനെ നീ ഞാൻ ചെറുപ്പത്തിലെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. വെറുതെ ഇങ്ങനെ ഞാനേ ഒറിജിനൽ ആണ് അങ്ങനെയാണ് പോയിന്റ് ഒക്കെ വിട്. അതൊന്നല്ല ഇവിടെ പ്രശ്നം. പോയിന്റ് ഒക്കെ പറയാൻ വന്നതൊന്നല്ല. നാട്ടിൽ എന്തൊക്കെ ഉണ്ട് അവിടെ. നീ ഇവിടെ പോയി. ചോദ്യം നമ്പർ 1. അതെ, സമയം എത്ര മണിക്കാണ് ഇറങ്ങിയത് ഇവിടുന്ന്? നീ ഇവിടുന്ന് 10 മണിക്ക് 8 മണിക്ക് ഇറങ്ങിയത്. 8 മണിക്ക് നീ ഒരു സ്ത്രീയും പുരുഷനും ചായ കുടിക്കാൻ പോകുന്നത് അൺപ്രോഗ്രസീവ് മൈൻഡ് അല്ലേ? കളിയാന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഡയലോഗ് എന്തെങ്കിലും ഒന്ന്. നീ സൗരവിന്റെ അടുത്ത് പോയി, അതിക്ക് വിവരം കിട്ടി. സൗരവർക്ക് മെസ്സേജ് ചെയ്യുന്നു, ഈ എന്ത് വരാന്ന് വെച്ചിട്ട്. അപ്പൊ അതിക്ക് ഉറപ്പായി. കാരണം എന്താ പറയുക, ഇപ്പൊ ഒരു സേഫ് കളി കളിച്ചതാ. മുമ്പ് പ്ലാൻ ഇട്ടത് സേഫ് കളി കളിച്ചാ പേരിന് സൗരവിന്റെ അടുത്ത് പോയി എന്നും പറയാ. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടി. അതന്നെ എന്റെ പ്രശ്നം. അപ്പൊ നീ ഈ കൊതി നമ്മൾ ഒന്നെങ്കിൽ പുറത്താക്കണം, അല്ലെങ്കിൽ തച്ചിടണം, അല്ലെങ്കിൽ ബിഗ് ബോസ് പോലെ ഓരോന്നെ എലിമിനേറ്റ് ചെയ്ത് കളിയാം ഓരോ ടാസ്ക്. യൂരണ്ടാ ആരെടുത്താണോ അത് താത്തിക്കൂടി അങ്ങനെ ഉണ്ട്. 100 രൂപ പോയാൽ മതി. കൊതുകി 100 രൂപ പറക്കാൻ പറ്റില്ല. അല്ല കാറിന്റെ ഒപ്പം പോണെങ്കിൽ കാറിന്റെ ഒപ്പം പറക്കണ്ടേ? കാറിന്റെ ഉള്ളിൽ എങ്ങനെടാ അല്ല മൊത്തത്തില് തുറന്നിട്ടാലോ?
ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതെങ്ങനെ പോസിബിൾ ആണ്? നമ്മളൊരു സാധനം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കാറിന്റെ ഉള്ളിലായോണ്ട് തന്നെ ഇനി എന്തോ ഒരു ഇതുണ്ടല്ലോ ഫിസിക്സ് പരമായിട്ട്. ഒന്നുമില്ല ഉള്ളിലുള്ള ഇങ്ങനെ കറങ്ങിട്ട് പുറത്തേക്ക് പോകും. എവിടെ ഞാൻ ഫ്ലിപ്കാർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിപ്കാർട്ട് വന്നപ്പോഴേ ആർക്കെങ്കിലും അറബിയിൽ ജിബിലൊക്കെ റൈറ്റാ. സോ വി ഷുഡ് വെയിറ്റ്. റോഡ് റോളറാണോ പോണത്? രഥം രാവണന്റെ രഥം. സ്ട്രൈറ്റ് This is Annai. Bibi Annai. നടക്കടാ. വേണ്ട, ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പിന്നാലെ കൂടും. നമ്പാൻ കൊള്ളില്ല. വളരെ ശബരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറ്റി വരും കേട്ടോ. അതൊക്കെ മൊമെന്റ്സിൽ എപ്പോഴും ഉണ്ടാവില്ല. കൊല്ലങ്കോ അല്ല ഏതാ ഏതാലേ നാടോട്ട് ഓർമ്മ പേമാടി പേമാടി മേൽമാടി ഓന്റെ അവർക്ക് QR കോഡും ഇല്ല, അവർക്ക് ഗൂഗിൾ പേയിലെ പോകുള്ളൂ. ഞങ്ങൾ ലാസ്റ്റ് മാനെ കണ്ടു. 4 മാനുള്ളൂ. 4 മാനിനെ കണ്ടുള്ളൂ. ബട്ട് ഐ ഹോപ്പ് ആസ്വദിച്ച് പോയ പോലെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മെല്ലെ പോവാൻ എൻ്റെ ഒരു 4 ആനയെ കാണും. ഒരു നല്ലൊരു മാൻകുട്ടിയും കാണും. മാനെടുക്കണ്ട, മാനെടുത്ത് ഒരുപാട് കണ്ട് മടുത്ത് മാൻ്റെ വീഡിയോ 100 എണ്ണം എൻ്റെ 100 എണ്ണത്തിൽ 5 എണ്ണം ആയിക്കോട്ടെ.
എന്താണ് കുരങ്ങന്മാരെ സ്റ്റോറി പറ. പറയടാ. ഇതിനൊക്കെ പ്രോപ്പർ സ്റ്റഡീസ് വരും ഇൻസ്റ്റാഗ്രാമില്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റും കയറി ഇറങ്ങി നേരെ നാട്ടിലേക്ക്. പിന്നെ താമരശ്ശേരി ചുരുമണി നമ്മളിങ്ങനെ വരുന്ന വഴിക്കായിരുന്നത് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു തൊഴിലില്ലാണ്ടിരുന്ന ബസ്സുകാർ വന്നിരുന്നത്. ചുരത്തുമ്പോഴാണ് ഈ കളി കളിക്കുന്നത്. ദൂരം പോണേ ഊട്ടിയിടയില്ല അപ്പിടണ്ടേ. ചോദിച്ചു ഇങ്ങോട്ട് വാ അച്ഛനാക്ക് നോയിന്റെ മോനെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. തൊടു ബിബി ചെല്ലി. എന്റെ അർജുന മാത്രമേ സോ ഗൈസ്, നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗ് ഇതോടുക്കനെ കഴിഞ്ഞിട്ടാ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മനസ്സിലായി. പിന്നെ ഫുൾ കമ്പനി